ഇന്ന് ഈത്തപ്പഴം കൊണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പഞ്ചസാര ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ചായയിലൊക്കെ മുക്കി കഴിക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 25 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഈത്തപ്പഴം കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. നല്ലോണം പൊടിയും അഴുക്കൊക്കെ കാണും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അപ്പോൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്ന മുമ്പ് ആദ്യം നമ്മൾ കേക്ക് ടിന്നൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് വെക്കണം. കുറച്ച് ബട്ടറോ ഓയിലോ തേച്ചിട്ട് അതിൽ ബട്ടർ പേപ്പറും അതേ അളവിൽ കട്ട് ചെയ്തിട്ട് അതിന് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് കുതിർത്ത് വെച്ച ആ ഒരു ഈത്തപ്പഴം ഒന്ന് അരച്ചെടുക്കണം. ആ വെള്ളം കളയണ്ട. ചിലപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരക്കാം. കുറച്ചൊക്കെ ഇങ്ങനെ തരിയൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല. അത് കേക്കിൽ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരു കാണാനും ഭംഗിയാണ്, കടിക്കാനും ടേസ്റ്റാണ്. പിന്നെ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം. അത് നന്നായി ബീറ്റ് ചെയ്ത് നന്നായി മുട്ടയൊക്കെ നല്ലോണം ഒന്ന് കലങ്ങി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ കേട്ടോ. ഒരു 1/4 കപ്പ് ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ഓയിലും മുട്ടയും കൂടെ ബീറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായി വരും. ആ സമയത്ത് നമുക്ക് ഈത്തപ്പഴം അരച്ചതും കുറച്ചായിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അത് കുറേ സമയമൊന്നും ആവണമെന്നില്ല, ഒന്ന് നന്നായി എല്ലാം കൂടെ മിക്സ് ആയാൽ മതി. അപ്പോൾ അതിൽ കാണുന്ന അതൊക്കെ ഈത്തപ്പഴത്തിൻ്റെ പീസസ് ആണ് കേട്ടോ. അതങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ അത്രയും മതിയാവും, കുറേ സമയമായിട്ട് അടിക്കേണ്ടതെന്ന് ആവശ്യമില്ല. അത് നന്നായി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ മാറ്റിയേക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പൗഡർ എപ്പോഴും ഇങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ല. ചിലവരൊക്കെ ഫ്രിഡ്ജിൽ വെക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ റൈസ് ആവുന്നതിനൊക്കെ ടൈം എടുക്കും. അപ്പോൾ 1 ടീസ്പൂൺ ആണ് ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഇതുപോലെ മെഷറിംഗ് സ്പൂണിൽ അളന്നിട്ട് വേണം എടുക്കാൻ. പിന്നെ ഞാൻ ഈ കേക്ക് മൈദ കൊണ്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മൈദ വേണ്ടവർക്ക് മൈദ ചേർക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു അരിപ്പയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. ഇതിൽ ഇത്രയും മതിയാവും. അതൊന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു തിക്ക് ബാറ്റർ ആയിരിക്കും കേട്ടോ. ഇത് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല. നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു പോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കത് കേക്ക് ടിന്നിലേക്ക് ഇടാം. അപ്പോൾ 180 ഡിഗ്രിയിൽ ഞാൻ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 160-ൽ 30 to 35 മിനിറ്റിൽ ഇതായി കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇടാം. ഡ്രൈ ഫ്രൂട്ട്സോ റൈസിൻസോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഒരു 30 to 35 മിനിറ്റിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. മധുരം ചേർക്കാത്തത്. ഈ കേക്ക് നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ കുട്ടികളൊക്കെ ഒന്നും ഇഷ്ടപ്പെടില്ല, കാരണം മധുരം കുറവായതുകൊണ്ട്. മധുരം നമ്മൾ ചേർത്തിട്ടേ ഇല്ലല്ലോ, ഈ ഡേറ്റ്സിൻ്റെ ഒരു മധുരമല്ലേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ചോക്ലേറ്റ് സിറപ്പോ ന്യൂട്ടല്ലയോ അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ പിന്നെ അതല്ലെങ്കിൽ ഹണി എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് കൊടുത്താൽ കഴിക്കും. അല്ലാതെ വെറുതെ ഇത് മാത്രം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. വലിയ ആൾക്കാർക്ക് കുഴപ്പമില്ലല്ലോ, ചായയിൽ മുക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.